ഒരച്ഛൻ ഒരു മകനെ 15 വയസ്സുള്ള ഒരു മകനെ സ്കൂളിലേക്ക് വിട്ടയച്ച ഒരച്ഛനാണ് ആ സംസാരിച്ചത്. സ്കൂളിലേക്ക് നമ്മൾ എന്ത് ധൈര്യത്തോടെ കുഞ്ഞുങ്ങളെ വിടും എന്ന് പലരും യൂട്യൂബ് കമൻസൊക്കെ ആയി ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനാണെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. ഞാനും ഇത് കാണുന്ന പ്രേക്ഷകരും ഉൾപ്പെടെ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ എന്താണ് അവരുടെ മനസ്സിൽ എന്നത് ആർക്കും മനസ്സിലാവാത്ത തരത്തിലാണ് കാര്യങ്ങൾ. അക്രമം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി മനുഷ്യ സഹജമായിട്ടുള്ള വാസനകളിൽ ദേഷ്യവും അക്രമവും ഒക്കെ ഉണ്ടാവും. അതിനും അപ്പുറത്ത് സ്നേഹവും മറ്റ് വികാരങ്ങളും ഒക്കെയാണ് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ആ കുട്ടികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അങ്ങനെ കൊന്നാൽ കൂട്ടത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ കേസ് ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് ആക്രമിക്കുകയും മൃഗീയമായി ആക്രമിക്കുകയും കൊലപ്പെടുത്താൻ വരെ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്നത് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ നിയമ സംവിധാനവും സർക്കാരും എല്ലാം ആലോചിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇത് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് തിരിച്ചറിയേണ്ടത്. അതിനു പിന്നിൽ ലഹരിയാണോ, മറ്റെന്ത് അക്രമവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ത് കാര്യമാണ് അതിനു പിന്നിൽ എന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഒരു വലിയ വിപത്തിലേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്തകളെല്ലാം അത് തന്നെയാണ് തെളിയിക്കുന്നത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, ആ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ തരത്തിൽ സംസാരിച്ചത്. 15 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഒരു കാലത്തും ആ കുടുംബത്തിന് ഇനി സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല, സമാധാനത്തോടെ ഉണരാൻ പറ്റില്ല. ഈ തർക്കത്തിൻ്റെയൊക്കെ ഒരു തുടക്കം എപ്പോഴായിരുന്നു? പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെയൊരു ക്രൂരമായ മർദ്ദനത്തിലേക്ക്, ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കൊക്കെ ഇതിൻ്റെ ഒരു സമയം എങ്ങനെയായിരുന്നു? ഇക്ബാലുമായി നമ്മൾ ഇന്നലെ കുറെ നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ബൈറ്റുകൾക്കപ്പുറം അദ്ദേഹത്തിന് വാക്കുകൾ പോലും കിട്ടാതെ അദ്ദേഹം കരഞ്ഞ് കണ്ണു നിറഞ്ഞ് നമ്മളോട് കളർന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച, അത് അങ്ങേറ്റം നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞാൽ പോലും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു ചിത്രമാണ് ഇക്ബാൽ. കാരണം അദ്ദേഹം ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. അന്നു കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കരിപ്പിടിപ്പിച്ചു പോകുന്ന മക്കളെ വളർത്തുന്ന ഒരു അച്ഛനാണ്. അങ്ങേറ്റം ദുഷ്കരമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. അവരുടെ പ്രതീക്ഷകൾ അത്രയും ഈ കുട്ടികളിലാണ്. മകൻ നന്നായി പഠിക്കുമെന്നൊക്കെ തികഞ്ഞ അഭിമാനത്തോടുകൂടി അദ്ദേഹം ഇന്നലെ നമ്മളോട് പറയുന്നു. കൂട്ടുകാരുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളെ ഒന്നും വിലക്കാറില്ല, കുട്ടികളല്ലേ, അവർ പരസ്പരം സ്നേഹിച്ച് കളിച്ചു ചിരിച്ചൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ തന്നെയാണ് കുട്ടികളെ വളർത്തിയത്. ഒരു സമൂഹ ജീവി എന്ന രീതിയിൽ തന്നെ കുട്ടികൾ പോട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് വളർത്തിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത് ഇത്രമേൽ വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല എന്നും അദ്ദേഹം പറയുന്നു. കേവലം കുട്ടികളുടെ ഒരു മർദ്ദനമല്ല, അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഈ കുട്ടികൾ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കം ശ്രീജ ചോദിച്ചതുപോലെ ആദ്യം ഉണ്ടാവുന്നത് ഈ താമരശ്ശേരിയിലെ ഒരു ടൂർ സെന്ററിൽ വെച്ചാണ്. ആ ടൂർ സെന്ററിൽ വെച്ച് അവിടെ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഫെയർവെൽ പാർട്ടി നടക്കുന്നു. ഈ അടുത്ത കാലത്തായി ഉള്ള ഒരു വലിയ ട്രെൻഡാണ്. പണ്ടൊക്കെ സോഷ്യൽ എന്നും ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞ് സ്കൂളുകളിൽ കുട്ടികൾ ആഘോഷിക്കാറുണ്ട്. കാരണം 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അവസാന ദിവസം, അല്ലെങ്കിൽ ഈ +2 വിദ്യാർത്ഥികൾ അവസാന ദിവസം. കാരണം അവർ സ്കൂൾ വിട്ട് ഇറങ്ങുകയാണ്. പിന്നീട് ഒരു സ്കൂൾ ജീവിതം അവർക്കുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ചെറിയ തോതിലൊക്കെ ആളുകൾ തമ്മിൽ കാണുകയും ഈ കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നു. അവർ എന്തെങ്കിലും ചായയോ പലഹാരമോ ഒക്കെ കഴിച്ച് ചെറുതായി ആഘോഷിക്കുന്നു. പാട്ടും നൃത്തവും ഒക്കെ പിന്നീട് ഉണ്ടാവും. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിരിയുന്ന ഒരു തരത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായത്. അത് സാധാരണ സ്കൂളുകളിലാണ് അത്തരം ആഘോഷങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആഘോഷങ്ങൾ സ്കൂളിന്റെ പടി കഴിഞ്ഞ് ഈ കുട്ടികൾ സംഘടിക്കുന്ന ഇടങ്ങളിലെല്ലാം ആഘോഷമായി മാറുന്ന ഒരു കാഴ്ച. പലപ്പോഴും ഈ ടൂർ സെന്ററുകളിൽ അവർ ഫെയർവെൽ പാർട്ടി സംഘടിപ്പിക്കും. ഈ സ്കൂളിലേക്ക് പോകുന്ന ബസ്സുകളിലും ജീപ്പുകളിലും ഒക്കെ പോലും ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കാഴ്ച. അതായത് എവിടൊക്കെ ഇവരുടെ സാന്നിധ്യമുണ്ടോ അവിടെയൊക്കെ ഇത് ആഘോഷമാക്കി പടിയിറങ്ങുക എന്ന ഒരു ലക്ഷ്യം. അതിലൊന്നും കുഴപ്പമില്ല, സംഘടിതമായി ആഘോഷിക്കുക, സന്തോഷിക്കുക ഒക്കെ കുട്ടികളുടെ ഒരു അവകാശം കൂടിയാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ ടൂർ സെന്ററിൽ ഈ ആഘോഷം നടക്കുമ്പോൾ എലൈറ്റിൽ MJHSSലെ കുട്ടികളുടെ നൃത്തം, അവര് ഈ കപ്പിൾ ഡാൻസ് കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നൃത്തം ഈ പാട്ട് തടസ്സപ്പെട്ടതിനെ തുടർന്ന് നിന്നുപോയി. ആ നൃത്തം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന്
ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ, അതായത് 2 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഈ ടൂറിസ്റ്റ് സെന്ററിൽ പഠിച്ചിരുന്നത്. ഒന്ന് MGHSS-ഉം മറ്റൊന്ന് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും. ഇതിൽ MGHS-ലെ കുട്ടികൾ നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാട്ട് നിന്നു പോകുന്നു. ഇതേ തുടർന്ന് ഈ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ കൂകി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നൃത്ത സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയടക്കം പെൺകുട്ടികളും അതിൽ ആ സമയത്ത് ഭാഗവാക്കായി എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ച വിവരം. അതിൽ ഈ പെൺകുട്ടി അടക്കം ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലോടുകൂടി 2 വിഭാഗത്തിലെയും ഈ താമരശ്ശേരി സ്കൂളിലെയും എളേറ്റിൽ സ്കൂളിലെയും കുട്ടികൾ തമ്മിൽ പരസ്പരം വാക്കേറ്റം ഉണ്ടാവുന്നു. അതും ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും അധ്യാപകർ ഒരുപാട് പണിപ്പെട്ടാണ് ഈ കുട്ടികളെ ശാന്തരാക്കി ഈ സ്ഥലത്ത് നിന്നും പറഞ്ഞയച്ചത്. ഇത്തരമൊരു സംഭവം നടക്കുന്നു. ഇതിനുശേഷം കുട്ടികൾ ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി ഈ സംഭവത്തെ കണക്കാക്കുകയാണ്. വലിയ അഭിമാനക്ഷതമുണ്ടായി അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമുണ്ടായി എന്ന രീതിയിലേക്ക് ഈ 2 വിഭാഗത്തിലെ കുട്ടികൾ ഇതിനെ കാണുന്നു. നമുക്കറിയാം SLC പരീക്ഷയുടെ മോഡൽ പരീക്ഷ അടക്കം കഴിഞ്ഞ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി, അതായത് ആനുവൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വശത്താക്കി അവരുടെ പിന്നീട് മനസ്സിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ആലോചനകൾ പൂർണ്ണമായും ഇതിനെങ്ങനെ മറുവിധി ചെയ്യും അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു തുടർ കാര്യങ്ങൾ ചെയ്യും എന്നതിനെ കുറിച്ചായിരുന്നു അവരൊരു ചിന്ത. അവര് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പിലൊക്കെ ഉള്ള ചർച്ചകൾ നമ്മൾ നേരത്തെ കണ്ട മാതിരിയുള്ള ചർച്ചകളാണ്. എങ്ങനെ തിരിച്ചടിക്കും, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്താണ് അതിനുള്ള പ്രതിവിധി, അവനെ വെറുതെ വിടേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇവർ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പരസ്പരം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിന് ശേഷമാണ് പിന്നീട് വ്യാഴാഴ്ച വീണ്ടും ആ ടൂറിസ്റ്റ് സെന്ററിന് സമീപം വൈകുന്നേരം 6 മണിയോടുകൂടി സംഘടിക്കുന്നു. അവിടെ വെച്ച് പരസ്പരം പോരടിക്കുന്നു, കയ്യാങ്കളിയും വാക്കേറ്റവും ഒക്കെ ഉണ്ടാവുന്നു. നെഞ്ചക്ക് പോലുള്ള ചില ഉപകരണങ്ങൾ, ഈ ഇടിവള എന്ന രീതിയിലൊക്കെ പറയുന്ന സ്റ്റീൽ വളയൊക്കെ ഉപയോഗിച്ചുള്ള അങ്ങനെ ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ ആദ്യത്തെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് അവർ പരസ്പരം കയ്യേറ്റം മാത്രം നടക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ പിന്നീട് കരുതിക്കൂട്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കുട്ടികൾ നെഞ്ചക്കൊക്കെ എവിടുന്ന് ശേഖരിച്ചിരിക്കാം, അല്ലെങ്കിൽ ഈ പഠിക്കേണ്ട ബോക്സും പെൻസിലും പേനയും ഒക്കെ വെക്കേണ്ട അവരുടെ ബാഗുകളിൽ എങ്ങനെ നെഞ്ചൊക്കെ എത്തി എന്നൊക്കെ ഉള്ള രണ്ടാമത്തെ വലിയ ചോദ്യമുണ്ട്. അത്തരത്തിൽ എന്തായാലും ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ തലയ്ക്ക് മാരകമായി പരിക്ക് പറ്റുകയും ചെയ്യുന്നത്. പക്ഷെ ആ പരിക്ക് പറ്റിയപ്പോഴും കുട്ടികൾ, കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ പോലും ഈ പരിക്കിന്റെ ഒരു ആഘാതത്തെ കുറിച്ച് അത്ര ബോധവാന്മാരായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ തലപൊട്ടി ചോര ഒഴുകുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഫ്രാക്ചറുകളോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. തലയ്ക്കേറ്റ ക്ഷതമാണ്, തലയ്ക്ക് വലിയ രീതിയിലുള്ള ക്ഷതം ഏറ്റിരുന്നു. ഇടിയിൽ പറ്റിയ, നെഞ്ചക്കൊക്കെ ഉപയോഗിച്ചുള്ള ഇടിയിൽ പറ്റിയതായിരിക്കും. ഇന്നലെ ആ ഇക്ബാൽ എന്ന ഷഹബാസിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് കുട്ടികൾ ചെയ്യുന്ന രീതിയിലുള്ള മർദ്ദനമല്ല, അങ്ങേയറ്റം വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഏറ്റതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. മനസാക്ഷിയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഒരാളെ ഇടിക്കാൻ പറ്റുമോ എന്നാണ് ഡോക്ടർമാർ തന്നെ ചോദിച്ചതെന്ന് ഈ ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ നമ്മളോട് പറയുമ്പോൾ അത്രമേൽ ക്രൂരമായ ഒരു മർദ്ദനത്തിന് ഈ കുട്ടി ഇരയാവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തിയപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ പോലും ആ കുട്ടിക്ക് പറ്റാത്ത വിധം പെട്ടെന്ന് അവശനായി മാറുന്നു. അതിനുശേഷം ഛർദിക്കുന്നു. ഈ ഛർദിൽ കഴിഞ്ഞതോടുകൂടി തന്നെ തലകറക്കം വരുന്നു. പിന്നീട് ഒരു അബോധാവസ്ഥയിലേക്ക് കുട്ടി നീങ്ങുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും സ്ഥിതിഗതികൾ വഷളാവുന്നു. പിന്നീട് അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് 80% കോമ സ്റ്റേജിലേക്ക് ആ കുട്ടി നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചത്. തിരിച്ചു കിട്ടാൻ അങ്ങേയറ്റം ദുഷ്കരമാണ്, അല്ലെങ്കിൽ തിരിച്ചു കിട്ടില്ല എന്ന് തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഈ ഇക്ബാലിനോട്, ഈ ഷഹബാസിന്റെ അച്ഛനോടും അവർ തുറന്ന് ഇക്കാര്യം പറയുന്നു. അദ്ദേഹം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് തിരിച്ചു കിട്ടാൻ പാടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത്. ആ പ്രതീക്ഷകൾ പൂർണ്ണമായി കൈവിട്ടാണ്. പക്ഷേ എങ്കിലും എന്തെങ്കിലും അത്ഭുതങ്ങൾ എവിടുന്നെങ്കിലും പ്രവർത്തിക്കും, എന്തെങ്കിലും മാന്ത്രികത പ്രവർത്തിച്ച് തന്റെ കുട്ടി ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വരുമെന്ന പ്രതീക്ഷയാണ് ആ പെയിന്റിംഗ് തൊഴിലാളിയായ പാവപ്പെട്ട അച്ഛനുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി നമ്മളെ ഏവരെയും വേദനിപ്പിക്കുന്ന, കേരളത്തെ ഞെട്ടിക്കുന്ന, കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത്. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദുഃഖകരമായ
ഒരു വിവരം തന്നെയാണിത്. 5 വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ വധശ്രമ കുറ്റമടക്കമുള്ള ആണ് അവർക്ക് എതിരെ ചുമത്തിയതെങ്കിൽ കൊലക്കുറ്റത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ജുവനൈൽ നിയമങ്ങൾ അനുസരിച്ച് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിലവിൽ തന്നെ ആ കുട്ടികൾ കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്ന സെന്ററിന് സമയമൊക്കെ എത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അങ്ങേയറ്റം ഗൗരവതരമായ ചർച്ചകൾ സമൂഹത്തിൽ നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഷീജ, അനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ കുറ്റവാളികളാകുന്നതല്ല, കൊലയാളികളാവുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് അത്യന്തം ഗുരുതരമായൊരു സാഹചര്യമാണ്. എങ്ങനെയാണ് 15 വയസ്സുള്ള കുട്ടികൾക്ക് കൂട്ടത്തിൽ ഒരാളെ തല്ലിക്കൊല്ലാനൊക്കെ തോന്നുന്നത് എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ആ കുട്ടികൾ തമ്മിൽ ഷഹബാസിനെ ആക്രമിക്കുന്നതിന് മുൻപും അതിനുശേഷവും അവർ നടത്തിയ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ ചിലത് പുറത്തു വരുന്നുണ്ട്. അത് അവർ നടത്തിയ ആക്രമണത്തെക്കാൾ ഞെട്ടിക്കുന്നതാണ് അത്തരം ശബ്ദ സന്ദേശങ്ങൾ. അതിലേക്ക് പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളല്ല. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളല്ല.